അധ്യക്ഷം വഹിച്ച AM ഹാരിസ് ആമുഖം പറഞ്ഞ ജനാബ് ആറ്റക്കോയ, പ്രിയ സുഹൃത്ത് വി പ്രഭാകരൻ, ഡോക്ടർ രഞ്ജിത്ത്, NV ഫസലുള്ള, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് പ്രിയ ബാബുരാജ്, പ്രിയ സഹോദരി സഹോദരന്മാർ, വിഷയത്തെ സംബന്ധിച്ച് വി പ്രഭാകരൻ നന്നായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. രാജശേഖരനെ സംബന്ധിച്ച് പ്രിയപ്പെട്ട നമ്മുടെ അന്തരിച്ച ബഹുമാന്യനായ VT രാജശേഖരനെ സംബന്ധിച്ച് കേരളത്തിൽ ആധികാരികമായിട്ട് ആർക്കെങ്കിലും സംസാരിക്കാൻ പറ്റുമെങ്കിൽ അത് വി പ്രഭാകരനാണ്. വി പ്രഭാകരനാണ് അദ്ദേഹം ജീവനോടെയുള്ളപ്പോഴേ തന്നെ എന്നെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തിയതും ഒന്നോ രണ്ടോ തവണ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. ഈ തെക്കേ ഇന്ത്യയിൽ ഞാൻ അംബേദ്കറിസ്റ്റ് എന്ന് പറയാവുന്ന അംബേദ്കർ ചിന്തയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിച്ചിട്ടില്ലെങ്കിലും അത് പരമാവധി പരിശ്രമിച്ചാൽ പിന്നെ അതിന് പരിമിതി ഉണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കണം അതിനെ പരമാവധി വിശദീകരിക്കാൻ അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് നമ്മുടെ EV രാമസ്വാമി തന്തപ്പെരിയോർ, ഇവർ രണ്ടാളെയും പിന്നെ കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരാളെ അറിയില്ല, ഉണ്ടായിരിക്കാം. അവർ രണ്ട് കർണാടകത്തിലും തമിഴ്നാട്ടിലും അവർ വലിയ പ്രവർത്തനങ്ങൾ നടത്തി. ഇന്ന് 2 ദിവസം മുമ്പേ തന്തപ്പെരിയോർക്ക് നമ്മൾ ഒരു സ്മാരകം ഉണ്ടാക്കിയിരിക്കുകയാണ്. സ്മാരകം ഉണ്ടാക്കിയത് ഉദ്ഘാടനം ചെയ്തത് 2 മുഖ്യമന്ത്രിമാരാണ്. സ്റ്റാലിൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ, പിണറായി വിജയനായുള്ള അർഹത എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഈ കാര്യത്തിൽ പ്രഭാകരൻ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ വീട്ടുകാരനെ സംബന്ധിച്ച് വളരെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ മേഖലയെ സംബന്ധിച്ച് തൊടുന്നില്ല. ഞാൻ അദ്ദേഹം നിർവഹിച്ച പങ്കിൽ നിന്ന്, അതായത് അംബേദ്കറെ വിശദീകരിക്കാനാണ് അദ്ദേഹം പരിശ്രമിച്ചത്. അംബേദ്കറെ ഒരു പിന്തുടരുകയും അദ്ദേഹത്തെ ഈ രാജ്യത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ അഹോരാത്രം പ്രവർത്തിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. നമ്മുടെ വി പ്രഭാകരനും അത് തന്നെയാണല്ലോ ചെയ്തത്. അപ്പം എനിക്ക് പറയാനുള്ളത് അംബേദ്കറെ സംബന്ധിച്ചാണ്. അദ്ദേഹം അതിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതിലൊരു പങ്ക് വീട്ടുകാരനുണ്ട്. EV രാമസ്വാമി നായ്ക്കരുടെയും 1-2 പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം തന്നെ ഒരു ബലം, ഞാൻ ആദ്യം തന്നെ ഒരു മാർക്സിസ്റ്റ് ആയിരുന്നല്ലോ, അതിൻ്റെ ഫലത്തിനോട് കൂടിച്ചേർന്നുകൊണ്ട് അതിൻ്റെ കാഴ്ചപ്പാട് വെച്ചിട്ട് എനിക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പം അതല്ലാണ്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അംബേദ്കർ തന്നെ പറഞ്ഞത്, അംബേദ്കർ കമ്മ്യൂണിസ്റ്റുകാരോട് പറഞ്ഞൊരു വാക്കുണ്ട്, മാർക്സിസത്തിനെ അദ്ദേഹം പരമാവധി ബഹുമാനിച്ചിട്ടേ ഉള്ളൂ. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരോട്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാരോട് പറഞ്ഞത്
നിങ്ങൾ സോഷ്യലിസം വേണം, കമ്മ്യൂണിസം വേണം എന്നൊക്കെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കത് വലിയ സന്തോഷം. അങ്ങനെ ഒരു സാമൂഹ്യ വ്യവസ്ഥ വന്നിരുന്നെങ്കിൽ എത്ര നന്നായനെ. അതിനിവിടെ സാധ്യത എന്താണ് സഹാക്കളെ? അതിന് ഒരു വിപ്ലവം വേണമല്ലോ. ആ വിപ്ലവം ആരാ നടത്തേണ്ടത്? ഈ രാജ്യത്തെ അധ്വാനിക്കുന്ന വർഗം, പാവപ്പെട്ട ജനത, അടിത്തട്ടിൽ നിൽക്കുന്നവരാണ്. അവർ ഈ വിപ്ലവത്തിന് വേണ്ടി നിങ്ങളോടൊപ്പം യോജിച്ച് നിന്ന് അങ്ങനെ ഒരു വിപ്ലവം നടത്തുമോ ഇന്ത്യയിൽ? ആ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് അദ്ദേഹം പിന്നീട് അതിനെ പറ്റിയിട്ട് വിശദീകരിക്കുകയാണ്. ഇന്ന കാരണങ്ങളാൽ ഇന്ത്യൻ ജനത നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു വിപ്ലവത്തിന് യോജിക്കാൻ സാധ്യതയില്ല, യോജിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിനു വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് പറയണം. അസന്നിഗ്ധമായിട്ട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരോട് ഈ ചോദ്യം, നിങ്ങൾക്കത് കഴിയുമോ? ഈ രാജ്യത്തെ അധസ്ഥിത വർഗത്തിനെ യോജിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? നമ്മുടെ വി പ്രഭാകരൻ തന്നെയാണ് എനിക്ക് അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് കൊണ്ട് തന്നത്. 1983 മറ്റാണ് തോന്നുന്നത്, 87. അപ്പോൾ ഇത് ഞാൻ മനസ്സിരുത്തി നിരന്തരം വായിച്ചുകൊണ്ടിരിക്കാറുണ്ട്, ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും പല സംശയം വന്ന് പെട്ടാൽ 2 പുസ്തകമാണ് ഞാൻ നോക്കുക. ഒന്ന് മാവോസത്തുവിൻ്റെ ഉദ്ധരണികൾ, മറ്റൊന്ന് അംബേദ്കറുടേതായിട്ടുള്ള ഇന്ത്യയിലെ ജാതി നിർമൂലനം. മുമ്പ് ഞാൻ നോക്കുക കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആയിരുന്നു. മാർക്സിൻ്റെ മറ്റേ പുസ്തകം എനിക്ക് മനസ്സിലാവില്ല, മിച്ചം വലിയ ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇതെനിക്ക് മനസ്സിലായി. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഞാനൊരു തൊഴിലാളിയായതും കൊണ്ട് മനസ്സിലായതാണ്. അപ്പോഴേ ഇതിൽ നിന്നൊക്കെ ഞാൻ കുറേശ്ശൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് സംഗ്രഹിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയാം. അംബേദ്കർ ഇന്ത്യൻ ജനതയെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ആണ് ചില കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം എഴുതിയിട്ടുള്ളത് അനിഹിലേഷൻ ഓഫ് കാസ്റ്റും അദ്ദേഹം എഴുതിയിട്ടുള്ള ഈ ഉദ്ദേശം വെച്ചിട്ടാണ്. വിയോജിപ്പ് എവിടെയാ എന്നുള്ളതിനെ സംബന്ധിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. ആരാണ് ശത്രു, ആരാണ് മിത്രം, അതാണ് അദ്ദേഹം ചിന്തിച്ചത്. അതിൽ ശത്രുവിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിനൊരു ധാരണ കിട്ടി. അപ്പോഴേ പിന്നെ അദ്ദേഹം നോക്കിയത് ഇവൻ്റെ പ്രത്യയശാസ്ത്രം എന്താണെന്നാണ്. അപ്പം പ്രത്യയശാസ്ത്രമാണ് പ്രശ്നം. അതിന് ദൈവശാസ്ത്രം എന്ന് പറയുമെന്ന് എനിക്കറിയില്ല, ദൈവശാസ്ത്രം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും പ്രത്യയശാസ്ത്രം, ഓരോ മതത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യയശാസ്ത്രമുണ്ട്. ഈ പ്രത്യയശാസ്ത്രം ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ ആര്യന്മാർ ഈ നമ്മുടെ ഭൂമിയിലേക്ക് കടന്ന് കയറിയത് മുതൽ ഏറെക്കുറെ 3500-4000 വർഷം ചരിത്രമുള്ള ആ ചരിത്രത്തിലേക്ക് നമ്മൾക്ക് പോയാൽ നമ്മൾക്കും കാണാം. പക്ഷെ അംബേദ്കർ അത് വിശദീകരിക്കുന്നത് വായിച്ചതിന് ശേഷം പോകുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചരിത്രത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മളുടേതായിട്ടുള്ള ഉൽപ്പാദന ശക്തികൾ, ഉൽപ്പാദന ഉപകരണങ്ങളും അത് ഉപയോഗിക്കാനുള്ള മനുഷ്യൻ്റെ കഴിവിനെയാണ് അത് പറയുന്നത്. അപ്പോൾ ഈ ഉൽപ്പാദന ശക്തികൾ ആദ്യമായിട്ട് മനുഷ്യൻ അവൻ്റെ കൈക്ക് പകരം മറ്റു ഉപകരണങ്ങൾ ഉപയോഗിച്ചതിൽ നിന്നാണ് തുടങ്ങുന്നതെന്ന് മാർക്സ് പറയുന്നത്. അപ്പം ഈ ഉൽപ്പാദനോപകരണങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റം, പുതിയവ കണ്ടെത്തുക, ഉള്ളവ പരിഷ്കരിക്കുക എന്ന അവൻ്റെ കഴിവിൽ നിന്നാണ് സാമൂഹ്യ മാറ്റങ്ങളുടെ അടിസ്ഥാനമായിട്ടുള്ളത് എന്ന്
മാർക്സ് നമ്മളോട് പറയുന്നു. അപ്പം ഈ സാമൂഹ്യ മാറ്റത്തിൻ്റെതായിട്ടുള്ള പ്രേരക ശക്തി ഉൽപാദന ഉപകരണങ്ങളും അതിലുള്ള വൈദഗ്ധ്യം, ഈ അടിസ്ഥാനത്തിലുള്ള നമ്മളുടെ വരവിൽ അടിമ കാലഘട്ടത്തിൽ നമ്മൾ പെറുക്കി തിന്ന് ജീവിച്ചതിന് പിന്നീട് മാസത്തിൽ ഉണ്ടാക്കി തിന്നാൻ പഠിച്ചു, മൃഗങ്ങളെ കല്ലുകൊണ്ട് കുത്തി കൊന്നിട്ട് പിന്നെ മാസത്തിൽ അണക്കി വളർത്തി, അങ്ങനെ പുരോഗമിച്ചപ്പം ഭക്ഷണം കൂടുതൽ കിട്ടാൻ തുടങ്ങി. അതിൻ്റെ അടിസ്ഥാനത്തിലൊരു ചൂഷകവർഗം വന്നു. ആ ചൂഷകവർഗവും അധ്വാനിക്കുന്ന വർഗവും തമ്മിലുള്ള പോരാട്ടം അടിമ കാലഘട്ടത്തിലാണ് തുടങ്ങുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഉൽപാദന ഉപകരണങ്ങൾക്കനുസരിച്ച വർഗ വിഭജനത്തിൽ നിന്നാണ് ജാതി വരുന്നത്. വർഗ വിഭജനത്തിന് ആ തൊഴിൽ വിഭജനം വർഗ വിഭജനമായി മാറുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ തന്നെ അതിന് ജാതി ആയിട്ട് രൂപമാണ്. ഇത് ബ്രാഹ്മണൻ ചെയ്തതല്ല. ബ്രാഹ്മണൻ പിന്നീടാണ് കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ. ഇത് ചെയ്യുന്നത് ആ കാലഘട്ടത്തിൽ തന്നെ പ്രാദേശിക നാഥന്മാരാണ്. അതാണ് ചരിത്രം. മാർക്സിസ്റ്റ് ചരിത്രകാരന്മാർ ഇത് ആര് ചെയ്താലും അങ്ങനെയാണ് ഇത് രൂപാന്തരപ്പെടുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഈ തൊഴിൽ വിഭജനത്തിൽ നിന്നാണ്, തൊഴിൽ വിഭജനം വരുന്ന ഈ ഉപകരണങ്ങളിൽ നിന്നാണ്. ഈ ഉപകരണങ്ങൾ പുതിയവ കണ്ടെത്തുക, ഉള്ളവ പരിഷ്കരിക്കുക എന്ന മനുഷ്യരാശി തുടർന്നുകൊണ്ട് അതിനനുസരിച്ചിട്ട് വാസ്തവത്തിൽ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്ന അവനറിയില്ല. സമൂഹം അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കേണ്ടതുണ്ട് എന്ന് മനുഷ്യനറിയില്ല. അവനിത് പുതിയവ കണ്ടെത്താനുള്ള ആർത്തിയാണ് ഉള്ളത്, കൊണ്ട് പരിഷ്കരിച്ച് കൂടുതൽ മെച്ചപ്പെട്ട ഉൽപ്പാദനം നടത്താനുള്ള ആർത്തിയാണ്. പക്ഷേ ഒരു ഘട്ടത്തിൽ ഈ ഉൽപ്പാദനം വാസ്തവത്തിൽ വർദ്ധിപ്പിക്കാൻ കഴിയാതാവുന്ന രീതിയിൽ സമൂഹം സ്റ്റക്കാവുന്ന അവസ്ഥ. ഇപ്പം നമ്മൾ കണ്ടല്ലോ, ഈ ലോകത്തിന് ഇപ്പം ഏറ്റവും അടുത്ത് ഞാൻ വായിച്ചത് ഒരു കണ്ടുപിടുത്തത്തിന് കമ്പ്യൂട്ടർ മാസത്തിൽ ആ കണ്ടുപിടുത്തത്തിനോട് ജോയിൻ ചെയ്യുന്നെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് കഴിയുന്ന കാര്യം മാസത്തിൽ അവന് ആ 10 മിനിറ്റ് കൊണ്ട് ഈ 1,00,000 കൊല്ലത്തെ വർക്ക് സാധ്യമാകും എന്നുള്ള ഒരു കണ്ടുപിടുത്തമാണ് ഞാൻ ഈ അടുത്ത് ഞാൻ വായിച്ചത്. മനുഷ്യൻ അങ്ങനെയാണ് അവൻ്റെ കണ്ടുപിടുത്തം. ആവശ്യമായ അത്ര ഉൽപ്പാദിപ്പിക്കാവുന്ന രീതിയിൽ മനുഷ്യൻ ഇന്ന് നിലവിലുള്ള മനുഷ്യന് ആവശ്യമായത്ര ഉൽപ്പാദിപ്പിക്കാവുന്ന രീതിയിൽ മനുഷ്യരാശി കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്. അവൻ്റേതായിട്ടുള്ള ശാസ്ത്രീയ നേട്ടങ്ങളിലൂടെ അതിനെ യന്ത്രവൽക്കരിച്ചതിലൂടെ മനുഷ്യന് സാധ്യമായിട്ടുണ്ട്. പക്ഷേ നമ്മൾക്കത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. കാരണം വാങ്ങാൻ ശേഷിയില്ല നമ്മുടെ ജനതയ്ക്ക്. ക്രയശേഷി ഡിമാൻഡ് സപ്ലൈ എന്നാണ്. ഈ ഒരു ഫാക്ടറിയുടെ സ്ഥാനത്ത് 10 ഫാക്ടറി മൂലധനം കൊണ്ട് സ്ഥാപിച്ചിട്ട് കാര്യമില്ല, അത് വാങ്ങാനുള്ള ശേഷിയാണ്. ക്രയശേഷി കുറച്ചു. ഇപ്പോൾ ഒറ്റ കാര്യം കൊണ്ട് നിങ്ങൾ നോട്ട് നിരോധനം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ GDPൻ്റെ കണക്കൊന്ന് നിങ്ങൾ നോക്കി, എങ്ങനെയാണ് അത് കുറഞ്ഞു വന്നത്? മറ്റേ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ 2014 മുതൽ 2024 വരെ ആ 10 വർഷം എടുത്ത് നോക്കി നിങ്ങൾ. 55-ലായിരുന്നു 2014. ഇപ്പം നമ്മൾ 23-ൽ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് 111 സ്ഥാനത്ത്. ആദ്യമായിട്ട് BJP അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ 6% കുറഞ്ഞു. ഇപ്പം 105-ലാണ്. പക്ഷെ മറ്റേത് 55-ലായിരുന്നു 2014. അപ്പം എന്താ കാര്യം? നമ്മൾക്ക് ക്രയശേഷിയില്ല. ജനതൻ്റെ ക്രയശേഷി പറ്റ തകർത്തി കളഞ്ഞു. നോട്ട് നിരോധനത്തിലൂടെ BJP ഗവൺമെൻറ് പൊതുമേഖല സ്വകാര്യവൽക്കരിച്ചും സ്വകാര്യ മുതലാളിത്തത്തിന് ചെയ്ത ഒരുപാട് നോട്ട് നിരോധനത്തിൻ്റെ കഷ്ടങ്ങൾ അടിത്തട്ടിലേക്ക് പണമൊഴുക്കാൻ നമ്മുടേതായിട്ടുള്ള നോബൽ ജേതാവടക്കം അഭിജിത്ത് ബാനർജി അടക്കം പറയുന്ന സമയത്ത് അവർ റിസർവ് ബാങ്കിൽ നിന്ന് എടുത്ത പണം
കോർപ്പറേറ്റുകൾക്കാണ് കൊടുത്തത്. അപ്പം ഞാൻ അങ്ങോട്ടേക്കല്ല ഞാൻ പോകുന്നത്. ഇത് ഇപ്പോഴും നമ്മൾ ആ ക്രൈസിസ് അനുഭവിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഉൽപാദന ശക്തികളിലെ വളർച്ചയും അതിൻ്റെ മാറ്റത്തിനും അനുസരിച്ചിട്ടാണ് ജാതി രൂപാന്തരപ്പെട്ടത്. കൂടുതൽ മെച്ചപ്പെട്ട ഉൽപാദനോപകരണങ്ങൾ ഒരു 2500 വർഷങ്ങൾക്ക് മുമ്പേ, 3500 വർഷങ്ങൾക്ക് മുമ്പേ BC 1500 കാലഘട്ടത്തിൽ കണ്ടെത്തിയോടുകൂടിയാണ്. അതായത് ആര്യന്മാർ വരെയും ഇരുമ്പിൻ്റെ ആയുധങ്ങളും ഇരുമ്പിൻ്റേതായിട്ടുള്ള കാർഷിക ഉപകരണങ്ങളും കണ്ടെത്തി ഈ കാർഷിക മേഖലയെ മെച്ചപ്പെടുത്തി. അവർ യുദ്ധം ചെയ്തതിനെ കൊണ്ട് മാത്രമല്ല ഇന്ത്യ കീഴടങ്ങിയത്. അവർ ആവിഷ്കരിച്ച കാലഘടനാ സമ്പ്രദായം, കാർഷിക ഉപകരണങ്ങളിൽ വന്ന മാറ്റം, ഇതെല്ലാം ആണ് വാസ്തവത്തിൽ കൂടുതൽ മെച്ചപ്പെട്ടത്. അതിൻ്റെ അനുസരിച്ചിട്ടുള്ള തൊഴിൽ വിഭജനം, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വർഗ വിഭജനം ആ കാലഘട്ടത്തിൽ തന്നെയാണ് ജാതി രൂപാന്തരപ്പെടുന്നത്. ഈ രീതിയിൽ ആ ജാതിനെ പിന്നെ ബ്രാഹ്മണൻ വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ചു. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്നുള്ള രീതിയിലാണ് അവർ വരുന്നത്. അവർക്ക് ഈ സമ്പ്രദായം അറിയാം, എങ്ങനെ ജാതിയാക്കി തിരിച്ചത് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ചൂഷണം ചെയ്യാം ഒരു വിഭാഗത്തിന് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് അവർക്കറിയാം. അവരാണ് പിന്നീട് ഇതിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് പ്രത്യയശാസ്ത്ര രൂപീകരണം നടത്തിയത്. അതുകൊണ്ടാണ് അംബേദ്കർ പറയുന്ന ശ്രുതികൾ, സ്മൃതികൾ, ശാസ്ത്രങ്ങൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ അത് ചുട്ടുകരിക്കല്ല, ബോംബിട്ട് തകർക്കണം, വെണ്ണീര് പോലും കാണിക്കരുത്. ഇതുകൊണ്ടാണ് അത് പറയുന്നത്. അതുകൊണ്ടാണ് എനിക്കത് ഓർമ്മ നിൽക്കുന്നത്. അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഓർമ്മ ഇങ്ങനെ കുറഞ്ഞു വരും. 96 വയസ്സാകുമ്പോൾ. അപ്പോൾ മറ്റൊന്ന്, അതിനുവേണ്ടി മാത്രം ദൈവങ്ങളെ സൃഷ്ടിച്ചോ? 10,000കണക്കിന് ദൈവങ്ങളെയാണ് സൃഷ്ടിച്ചത്. ജാതി നിലനിർത്തലാണ്. അവസാനത്തത് അവൻ്റെത് ഗീതയായിരുന്നു. അത് ബുദ്ധമതത്തിൽ നിന്നും കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് അത് സൃഷ്ടിച്ചത്. അതിപ്പം AD 200 ഒക്കെ ആയിട്ടുണ്ട് അത് വരുമ്പോൾ. പക്ഷെ അവനത് കാലാന്തരമായിട്ട് അങ്ങ് ആയിരക്കണക്കിന് കാലങ്ങൾ പഴക്കമൊക്കെ പറയും. എന്തായാലും അങ്ങനെ ഈ രീതിയിൽ ജാതി രൂപാന്തരപ്പെടുകയും ദൈവങ്ങളാണ് ജാതി സൃഷ്ടിച്ചത്. അപ്പം പിന്നെ മനുഷ്യനവിടെ കടമയൊന്നുമില്ല. ജാതി ദൈവങ്ങളാണ് സൃഷ്ടിച്ചതെന്ന് അവൻ സ്ഥാപിച്ചതോടുകൂടി മനുഷ്യന് അതിൽ പങ്കൊന്നുമില്ലാതെ ഇങ്ങനെ ജാതി നിലനിൽക്കുകയാണ്. ബ്രാഹ്മണൻ സൃഷ്ടിച്ച ദൈവങ്ങളിലൂടെ, ദൈവത്തിനല്ല അംബേദ്കർ പറയുന്നത്, ബ്രാഹ്മണൻ സൃഷ്ടിച്ചു. ബ്രാഹ്മണന്റെ ദൈവങ്ങളെ നിങ്ങൾ ആരാധിക്കുന്നിടത്തോളം കാലം ബ്രാഹ്മണൻ നിങ്ങളെ ഭരിക്കുന്നത് തുടരും എന്ന് അദ്ദേഹം പറയുന്നേരം അദ്ദേഹം അർത്ഥമാക്കുന്ന ഇതാണ്. അപ്പം എന്തുകൊണ്ട് ആ ബ്രാഹ്മണന്റെ ദൈവങ്ങളെ ആണ് ഈ ജാതി നിലനിർത്താൻ അവൻ ഉപയോഗിക്കുന്നത്. അവന്റെ പേരിലാണ് എഴുതി വെച്ചത്. പിന്നെ മനുഷ്യനെന്ത് ചെയ്യും? ദൈവം സൃഷ്ടിച്ച ജാതിനെ മനുഷ്യനെന്ത് ചെയ്യാനാ? അപ്പം ഇങ്ങനെ ഉള്ള ഒരു ജനതയായിട്ട് നമ്മൾ, അതായത് സവർണ പ്രത്യയശാസ്ത്ര വിധേയത്വം, ഇതിനെ മൊത്തം നമുക്കത് പറയാം. ബ്രാഹ്മണനിലൂടെ അല്ല, ദൈവത്തിലൂടെയും പ്രത്യയശാസ്ത്രത്തിലൂടെയും അവൻ നമ്മളെ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഈ ബന്ധനത്തിനെ സംബന്ധിച്ച നല്ല ധാരണയില്ലെങ്കിൽ അംബേദ്കർ പറഞ്ഞത് പൂർണ്ണമായിട്ട് മനസ്സിലാവില്ല. അംബേദ്കർ പറഞ്ഞ കാര്യങ്ങളിലൂടെയിലേക്ക് നമ്മൾക്ക് ഇറങ്ങിച്ചെല്ലാനും പറ്റില്ല. അതുകൊണ്ട് പ്രത്യയശാസ്ത്രത്തിനെതിരെ, ബ്രാഹ്മണന്റെ പ്രത്യയശാസ്ത്രം, ശ്രുതികൾ, സ്മൃതികൾ, ശാസ്ത്രങ്ങൾ, അത് എങ്ങനെയാണ് നമുക്ക് വെണ്ണീരാക്കാം? അത് തൊടാതെ വെണ്ണീരാക്കണം. അതൊരു പ്രത്യയശാസ്ത്ര യുദ്ധത്തിലൂടെ സാധിക്കും. ഇത് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യേണ്ടതാണ്. ഈ രാജ്യത്ത് അവരതിന് പൂർണ്ണമായിട്ട് വിധേയരാണ്. അവരതിന് പൂർണ്ണമായിട്ട് ഇത് തന്തപ്പെരിയാറുടെ ബിംബം ചുറ്റിട്ട് കാര്യമല്ലല്ലോ. ഈ അംബേദ്കർ പറഞ്ഞ ഈ കാര്യം മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ അവർ തയ്യാറില്ല. മാത്രമല്ല അതിനെതിരാണ് അവർ. അതിനെതിരാണ് അവർ എന്നുള്ളതിനെ സംബന്ധിച്ച പ്രശ്നം ഞാൻ പറയട്ടെ. അന്ധവിശ്വാസം, ഹിന്ദു അന്ധവിശ്വാസത്തിൻ്റെ ഏറ്റവും ആണിക്കല്ലായി നിൽക്കുന്ന ഭാഗം ഏതാണെന്ന് പറയുന്നത് ജാതകം എന്ന് പറഞ്ഞിട്ടുണ്ട്. ജാതകം അത് പണിക്കരിലേക്കും പിന്നീട്
നരഹത്യയിലേക്കും എത്തുന്നത് നിങ്ങൾക്കറിയാം. മന്ത്രവാദിയിലേക്ക്, പഠിക്കലിൽ നിന്ന് മന്ത്രവാദിയിലേക്ക് അങ്ങനെ പോകുന്നത്. ഇത് വെച്ചിട്ട് അവർ പിന്നെ വാസ്തവത്തിൽ നല്ല കാര്യം ചെയ്യുന്നെങ്കിൽ അത് കല്യാണമായാലും കഞ്ഞൂടെ ആയാലും മറ്റെന്ത് കാര്യമായാലും കുട്ടിക്ക് വേണ്ടിയിട്ട് ജാതകം ആദ്യം തന്നെ ശരിയാക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതിൽ നിന്ന് തുടങ്ങുന്നവർ എന്താ അതിനൊരു ആധാരമുള്ളത്? ഒരാധാരമില്ല. 99% മനുഷ്യരും ഒരേ റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കുക. അതിനൊരു ശാസ്ത്രം ഉണ്ടാക്കി വെച്ചിക്കാണ്ട് ജ്യോതിശാസ്ത്രമാണെന്നും പറഞ്ഞ് ജ്യോതിഷത്തിനെ വ്യാഖ്യാനിച്ച് മനുഷ്യനെ മുഴുവൻ നട്ടം തിരിച്ചിലാക്കുന്നത് ഈ തരം കാര്യങ്ങളിലൂടെ നമ്മൾ ബ്രാഹ്മണനെ സേവിക്കുകയാണെന്നും ബ്രാഹ്മണ വ്യവസ്ഥനെ സേവിക്കുകയാണെന്നും ജാതിനെ സേവിക്കുകയാണെന്നും ഇവർക്ക് ആർക്കും അറിയില്ല. അറിഞ്ഞിട്ടാണോ കുഞ്ഞിന് വേണ്ടിയിട്ട് ജാതകം, എനിക്ക് വേണ്ടിയിട്ടും ജാതകം ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മ ഞാനും അനുജനും അത് കത്തിച്ചതിന് ശേഷം എൻ്റെ നാള് തൊട്ട അയൽവാസിയായിട്ടുള്ള ഒരു സവർണ സ്ത്രീൻ്റെ അടുത്തൊക്കെ എഴുതി കൊടുത്തിരിക്കുന്നു. അമ്മ മരിച്ചാലും എങ്ങനെയെങ്കിലും പിന്നെ വാസു ഒരു കല്യാണം കഴിക്കുന്നേരം ഇത് വേണ്ടി വരുമല്ലോ എന്നുള്ളത്. അപ്പം ഈ രീതിയിലേക്ക് നമ്മൾ അന്ധവിശ്വാസത്തിൽ ആണ്ട് നിൽക്കുകയാണ്. എന്നിട്ടോ നമ്മൾ അന്ധവിശ്വാസത്തിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് മാർക്സിസ്റ്റുകാരൻ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല അന്ധവിശ്വാസത്തിനെ പറ്റി. പക്ഷേ 50%, പിന്നെ 60%, 40%, 70%, 90%, 100% ഇങ്ങനെയാണ് മനുഷ്യൻ ഇതിൽ വിധേയത്വം. ഞാൻ എത്ര ശതമാനം ഉണ്ടെന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കണം ഞാൻ എത്ര ശതമാനം ഇതിന് വിധേയനായിട്ടുണ്ട് എന്നുള്ളത്. ഈ വിധേയത്വത്തിനെ എങ്ങനെ നമുക്ക് തകർക്കാം? ഇതാണ് VT ചന്ദ്രശേഖരൻ നോക്കിയത്. അംബേദ്കറുടെ നല്ല ശിഷ്യനായിരുന്നു അദ്ദേഹം. അംബേദ്കറാണ് ഇതിൽ ഈ മഹത്തായിട്ടുള്ള കടമ നിർവഹിച്ചിട്ടുള്ളത്. അംബേദ്കർ തന്നെയാണ് മഹാനായ ഗുരു. അദ്ദേഹത്തിനെ കണ്ടതിന് ശേഷം നമുക്ക് രാജശേഖരനെയും തന്തപ്പെരിയാറെയും ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ ഈ തത്വശാസ്ത്രത്തിനെതിരെ, ഈ അന്ധവിശ്വാസത്തിനെതിരെ, ഈ ബ്രാഹ്മണ ദൈവങ്ങൾക്കെതിരെ പ്രവർത്തിച്ചിട്ടുള്ള നിരവധി മതങ്ങളും നിരവധി തത്വജ്ഞാനികളും ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാം തന്നെ ഈ കടമ നിർവഹിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട്. വിവിധ മതങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട്. ഈ സാഹോദര്യത്തിന് ഒരു സ്ഥാനവുമില്ലാത്ത ചതി ആയുധമായിട്ട് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള, സ്വന്തം സഹോദരനെയും സ്വന്തം പിതാമഹനെയും പ്രപിതാമഹനെയും കൊല്ലുന്നത് കർമ്മമാണെന്ന് വിശ്വസിപ്പിച്ച ഒരു തത്വശാസ്ത്രത്തിൻ്റെ ചതിയുടെ തത്വശാസ്ത്രത്തിൻ്റെ വിധേയരാണ് നമ്മൾ. ഇതിനെതിരായിട്ട് എങ്ങനെ പോരാടാം എന്നതിനെ സംബന്ധിച്ച പ്രശ്നം അംബേദ്കർ നമ്മളെ കാണിച്ചിട്ടുണ്ട്. VT രാജശേഖരൻ നമ്മളോട് വിശദീകരിച്ചിട്ടുണ്ട്. തന്തപ്പെരിയോർ നമ്മളോട് വിശദീകരിച്ചിട്ടുണ്ട്. ഏറെക്കുറെ അത്ര കൃത്യമായിട്ടല്ലെങ്കിലും ശ്രീനാരായണ ഗുരു തൊട്ട് നമ്മുടെ നമ്മുടെ ദളിത് നേതാവ് എന്തായിരുന്നു എനിക്കിപ്പം ഓർമ്മ വളരെ കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ മഹാന്മാരൊക്കെ നമ്മളോട് കാണിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മളത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയില്ല. ഞാനും മനസ്സിലാക്കിയില്ല. ഞാനും ഈ മനസ്സിലാക്കാത്ത കൂട്ടത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പഠിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബഹുമാന്യനായ നമ്മുടെ VT രാജശേഖരൻ്റെ അനുസ്മരണമാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ലാൽ സലാം.